ഇന്ത്യയിലെ ഏറ്റവും അധികം റേഞ്ചുള്ള കാറുകളിലൊന്നാണ് BYD Seal. സോ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ചാർജിൽ BYD Sealന് 600 കിലോമീറ്റർ റേഞ്ച് തരാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഇത് റേഞ്ച് ടെസ്റ്റ് അല്ല, ദിസ് ഇസ് പേഴ്സണൽ. പണ്ട് 26 കൊല്ലം മുമ്പ് ഞാനൊരു 10 വയസ്സുകാരനായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ തമിഴ്നാട്ടിൽ തിരുനെൽവേലി എന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിന് മുമ്പിൽ പോയി. അന്ന് ആ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് അവരെനിക്കൊരു സ്വീറ്റ് മേടിച്ചു തന്നു. ആ സ്വീറ്റിന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ആ സ്വീറ്റിൻ്റെ സ്വാദ് അത് ഇന്നും എൻ്റെ വായിലുണ്ട്. സോ 26 വർഷമായിട്ട് ഞാൻ ഈ സ്വീറ്റ് കഴിച്ചിട്ടില്ല. ഇന്ന് ആ കട അവിടെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. സോ ആ കടയും ആ സ്വീറ്റിനെ അന്വേഷിച്ചാണ് ഇന്ന് BYD Seal നമ്മുടെ യാത്ര. ആൻഡ് BYD Sealൻ്റെ റേഞ്ച് 600 കിലോമീറ്റർ ആണ്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതും കൃത്യം 600 കിലോമീറ്റർ ആണ്. അതും ഇതൊരു സാധാരണ ട്രിപ്പല്ല. നോർമൽ റോഡിലാണെങ്കിൽ ഹൈവേ ആണെങ്കിൽ നമുക്ക് പറയാൻ കോൺഫിഡൻ്റ്ലി 600 കിലോമീറ്റർ കിട്ടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. കൊച്ചി തിരുനെൽവേലി റൂട്ട് നമ്മൾ തെന്മല വഴി പോവുകയാണെങ്കിൽ അവിടെ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, തെന്മലയിൽ ഹിൽ ക്ലൈംബ് വരുന്നുണ്ട്, കുറേ മോശം റോഡുണ്ട്, തമിഴ്നാട്ടിൽ നാഷണൽ ഹൈവേസും ഉണ്ട്. സോ ഒരു മിക്സ്ഡ് സൈക്കിളിലായിരിക്കും നമ്മൾ ഈ കാറ് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ഒരു തരത്തിൽ നമ്മൾ ഇക്കോ മോഡ് യൂസ് ചെയ്യാൻ പോകുന്നില്ല, നോർമൽ ഡ്രൈവിംഗ് മോഡായിരിക്കും യൂസ് ചെയ്യുക. ഇടയ്ക്ക് നല്ല റോഡ് കിട്ടുമ്പോൾ സ്പോർട്ട് മോഡും യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ലഞ്ചിന് കയറണ്ടേ, അത് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷ് നമുക്ക് ട്രൈ ചെയ്യാം. സോ സമയം കളയാനില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് our journey. ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റായ ചൈനയിൽ BYD ശരിക്കും കിങ് ആണ്. അവിടുത്തെ ടോപ്പ് ബ്രാൻഡാണ്. സോ ഈ BYD കൂടാതെ 3 പ്രീമിയം ബ്രാൻഡുകൾ വേറെയുണ്ട്. അതായത് സാധാരണ ഒരു ടൊയോട്ടയ്ക്ക് നമ്മുടെ ലെക്സസ് ഉണ്ട്, ഈ പറഞ്ഞ നിസാൻ ഇൻഫിനിറ്റി ഉണ്ട്. സോ ഒരു പ്രീമിയം ബ്രാൻഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു ബ്രാൻഡിന് 3 പ്രീമിയം ബ്രാൻഡ് ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. അത് നമുക്ക് തോന്നുന്നു ഇവരെന്താങ്ങനെ ചെയ്യണമെന്നുള്ളൂ. പക്ഷേ ഇതൊരു ശരിക്കും ലോങ് ടേമിൽ സ്മാർട്ട് മൂവാണ്. ഇതേ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കമ്പനി നമ്മുടെ ഇന്ത്യയിലുണ്ട്. ചിലവർക്ക് മനസ്സിലായി കാണും, അത് ABFRലാണ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്. അതായത് നമ്മുടെ ലൂയി ഫിലിപ്പും അലൻ സോളിയും വാൻ ഹ്യൂസിനും പീറ്റർ ഇംഗ്ലണ്ടും എല്ലാം ഈ ABFRലിൻ്റെ കീഴിലുള്ള ഒറ്റ കമ്പനിയാണ്. സോ ഒരു കസ്റ്റമർ ലൂയി ഫിലിപ്പ് മേടിച്ചാലും വാൻ ഹ്യൂസും മേടിച്ചാലും പൈസ പോകുന്നത് നമ്മുടെ ആദിത്യ ബിർളയുടെ പെട്ടിയിലേക്കാണ്. ആ സെയിം സ്ട്രാറ്റജിയാണ് ഇവിടെ BYD യൂസ് ചെയ്തേക്കുന്നത്. സോ ഇവർക്ക് യാങ് വാങ് എന്ന് പറയുന്നുള്ള ഒരു സൂപ്പർ പ്രീമിയം ബ്രാൻഡ് ഉണ്ട്. 2 ഡെൻസ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത് മെർസിഡീസ് ബെൻസ് ആയിട്ട് ചെറിയൊരു JVയിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. ഭയങ്കര എക്സ്ട്രീംലി ഗുഡ് ലുക്കിംഗ് കാർസാണ് ഡെൻസ് ഉണ്ടാക്കുന്നത്. 3ാമത്തെ ബ്രാൻഡാണ് ഫങ് ചെങ് ബാവ്. അതും ഒരു പ്രീമിയം പൊസിഷനിങ് ഉള്ള ഒരു ബ്രാൻഡാണ്. BYDയുടെ ബ്രാൻഡുകളിൽ ഈ യാങ് വാങ് ആണ് ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത്. ഈ യാങ് വാങ്ങിന് U8 എന്ന് പറയുന്ന വെള്ളത്തിക്കൂടെ ഒരു ബോട്ടിനെ പോലെ പോകാൻ പറ്റുന്ന ഒരു റേഞ്ച് റോവറിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സൂപ്പർ ലക്ഷറി ഹൈബ്രിഡ് SUV ഉണ്ട്. പിന്നെ U9 എന്ന് പേരുള്ള 0 to 100 2 സെക്കൻഡിലെത്തുന്ന ഫുള്ളി ഇലക്ട്രിക് ഹൈപ്പർ കാർ ഉണ്ട്. അതുപോലെ തന്നെ U7 എന്ന് പറയുന്ന S ക്ലാസിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് കൂട്ടാവുന്ന അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് എന്ന് വിളിക്കാവുന്ന ഒരു ലക്ഷറി സെഡാനും കൂടെ അവർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് കാറുകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിരുന്നു അതിൻ്റെ ഡിസൈൻ. അവർ ഇൻഫാക്ട് നൊട്ടോറിയസ് ആയിരുന്നു ഒരു കാലത്ത് കോപ്പി ക്യാറ്റ് ഡിസൈൻസ് ഉണ്ടാക്കുന്നതിന്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. സോ ഈ ഒരു ഒരു ബാഡ് ഇമേജിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയിട്ട് BYD അവരുടെ ഡിസൈനിനെ കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സീരിയസ് ആയി എടുക്കാൻ വേണ്ടി അവർക്ക് ഈ പറഞ്ഞ കോപ്പി ക്യാറ്റ് ഡിസൈനായിട്ട് പോകാൻ പറ്റില്ല. സോ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം, അവരുടേതായ ഒരു ഡിസൈൻ ലാംഗ്വേജ് വേണം. അവിടെയാണ് വോൾഫ്ഗാങ് ജോസഫ് എഗർ എന്ന് പറയുന്ന ഡിസൈനറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം അദ്ദേഹമാണ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ചൈനീസ് കാർ മാനുഫാക്ചറേഴ്സിൻ്റെ ആ ചീത്തപ്പേരിനെ മാറ്റിയെടുത്ത് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ വോൾഫ്ഗാങ് എഗർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിസൈൻ ലാംഗ്വേജാണ് ഈ പറഞ്ഞ ഓഷ്യൻ എസ്തെറ്റിക്സ്. ഇതിൻ്റെ ഒരു ഡിസൈൻ ബ്രീഫ് വളരെ സിമ്പിളായിരുന്നു. BYDയുടെ കാറുകൾ കണ്ട് ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യണം. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ശരിക്കും ആൾക്കാർക്ക് എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് സ്പോർട്സ് കാർസ് കാണുമ്പോഴല്ലേ. അതായത് ആ ഒരു നമുക്കൊരു അഡ്രിനലിൻ ഫീൽ കിട്ടുന്നത്. സോ എന്താണ് ഒരു സ്പോർട്സ് കാർ ഡിസൈൻ ലാംഗ്വേജ്? അത് തന്നെയാണ് BYD Sealൽ അപ്ലൈ ചെയ്തേക്കുന്നത്.
സോ ഒരു സ്പോർട്സ് കാറിൻ്റെ ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എയറോഡൈനാമിക് ആയിട്ടുള്ള ഈ സിലുവേറ്റും ഈ പറഞ്ഞ വളരെ ലോ സ്ലങ് ആയിട്ടുള്ള ഈ ബോഡി സ്റ്റൈലിങ്ങും അതുപോലെ തന്നെ ഈ ലോങ് വീൽ ബേസ്, ആ സ്പോർട്സ് കാറിൻ്റെ അല്ല, ഒരു പ്രീമിയം കാർ ആയതുകൊണ്ട് ലോങ് വീൽ ബേസ് എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് ഡിസൈൻ തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ ഓഷ്യൻ ഡിസൈൻ എസ്തെറ്റിക് നോക്കുകയാണെങ്കിൽ വേറെ സാധനമുണ്ട്, കുറേ ഫിൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സൈഡിലൊരു ഫിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ഫിൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ മിറർ ആണെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പ് ഷേപ്പിലാണ്. സോ ഈ ഫിന്നും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നെയിമിങ്ങിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഈ കാർ നിങ്ങൾ മൊത്തത്തിൽ നിന്ന് എടുത്തു നോക്കി, ഒറ്റ നോട്ടത്തിൽ ഒരു ഷാർക്കിൻ്റെ ലുക്കല്ലേ, ആ ഷാർപ്പായിട്ടുള്ള നോസും മൊത്തത്തിൽ ഈ ഫിൻസും എല്ലാം കൂടെ എടുക്കുമ്പോൾ ഒരു ഷാർക്കിൻ്റെ ലുക്കാണ്. പക്ഷേ BYD ഈ കാറിന് പേരിട്ടത് സീൽ എന്നാണ്. ഇതിൽ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ BYDക്ക് തന്നെ ഷാർക്ക് എന്ന പേരിൽ ഒരു പിക്കപ്പ് ട്രക്ക് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സീലിനെ പോലെ ഇരിക്കും. സോ സീലിന് ഷാർക്ക് എന്ന് പേരിട്ടു, ഷാർക്കിന് സീലിന് പേരിട്ടു. മേ ബി ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിരിക്കാം. സോ ഈ കാറിന് ശരിക്കും സൂട്ട് ചെയ്യുന്ന പേര് BYD ഷാർക്ക് ആയിരുന്നു, സീലല്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സൊക്കെ വരികയാണെങ്കിൽ ഇല്ല, ഞാനീ നിന്നുള്ള വിവരണം നടത്താൻ പോകുന്നില്ല, ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ രണ്ട് ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് പോയിന്റ് ചെയ്യുന്നത് ഈ BYD ലോഗോയിലേക്കാണ്. ശ്രദ്ധിച്ച് പോയി കാണാൻ പറ്റും, ഇങ്ങനൊരു പോയിന്റിങ് അവർ കൊടുത്തിട്ടുണ്ട് ആ ലോഗോയിലേക്ക്. അതുപോലെ തന്നെ ഒരു പവർ ബമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ലോഗോൻ്റെ പുറകിലായിട്ട്. ഒരു ഇലക്ട്രിക് കാറിന് എന്തിനാണ് പവർ ബമ്പ് എന്നറിയില്ല, പക്ഷേ ഡിസൈൻ വൈസ് ആ ഒരു ഓഷ്യൻ ഫ്ലോ നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് ഇന്നത്തെ ട്രെൻഡിങ് ഫീച്ചർ, ഹിഡൻ ഡോർ ഹാൻഡിൽസ്. ഇത് ഇപ്പോഴത്തെ മോഡേൺ EVകളിലേക്ക് പോലെ തന്നെ BYD സീലിലും ഹിഡൻ ഡോർ ഹാൻഡിലാണ്. കാണാനൊക്കെ രസമാണ്, പക്ഷേ പേഴ്സണലി ഞാൻ അത്ര വലിയ ഫാൻ അല്ല. റീസെൻ്റ്ലി ചൈനയിലെ ഇൻഷുറൻസ് സേഫ്റ്റി ഇൻഡെക്സ് ഒരു സ്റ്റഡി നടത്തി. അതിൽ കണ്ടുപിടിച്ച കാര്യം എന്ന് വെച്ചാൽ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് ഈ റിട്രാക്റ്റബിൾ ഡോർ ഹാൻഡിൽസ് 67% മാത്രമേ ഓപ്പൺ ചെയ്തുള്ളൂ. എന്നാൽ നോർമൽ ഡോർ ഹാൻഡിൽസ് 98% സമയത്തും ഓപ്പണായി, ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്രാഷിൻ്റെ സമയത്ത്. സോ ഇതൊരു സേഫ്റ്റി കൺസേൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം മുതൽ ചൈനയിൽ അവർ ഈ റിട്രാക്റ്റബിൾ അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ഡോർ ഹാൻഡിൽസിനെ അവർ പതുക്കെ ബാൻ ചെയ്യാൻ പോവുകയാണ്. സോ ഡിസൈൻ വൈസ് നല്ലതാണ്, പക്ഷേ പ്രാക്ടിക്കലി കുറേ ബുദ്ധിമുട്ടുണ്ട്. സോ ഇനി ഫ്യൂച്ചർ BYD കാറുകളിലൊക്കെ ഇത് ചിലപ്പോൾ മോട്ടറൈസ്ഡ് ആയിരിക്കില്ല, അത് മാനുവലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫീച്ചറായിട്ട് വരും, എക്സ്ക്ലൂസീവ്ലി ഫോർ സേഫ്റ്റി റീസൺ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ എലമെൻറ്റ് ഇതിൻ്റെ ഈ LED ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ രസമാണ്, കാരണം ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും ഈ എൻഡിൽ നിന്ന് തിക്കായി പതുക്കെ അതിൻ്റെ തിക്നെസ് കുറഞ്ഞു വരികയാണ് ഈ സ്ട്രിപ്പ് ലൈറ്റ്സിന്. സോ ഇതിനെ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓഷ്യൻ്റെ വേവ്സിനെയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ഓഷ്യൻ ഇൻഫ്ലുവൻസ് ഈ ഡിസൈനിൽ മൊത്തം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സ്പോർട്സ് കാർസിൻ്റെ ആ ഡിസൈൻ ഇൻഫ്ലുവൻസ് ഇവിടെയും കാണാം. BYD സീലിൻ്റെ ഒരു പ്രോപ്പർ ഫാസ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു റിയർ സെക്ഷനാണുള്ളത്. ഫാസ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് ടൂറേഴ്സിൽ കാണുന്ന പോലത്തെ ഈ റൂഫിൽ നിന്ന് ഈ ബൂട്ട് വരെ ഒരൊറ്റ ലൈനായിരിക്കും, അതിനകത്തൊരു കട്ട് വരില്ല നമ്മുടെ സെഡാനിൽ സാധാരണ കാണുന്ന പോലെ. സോ ഇതൊരു പ്രോപ്പർ ഫാസ്റ്റ് ബാക്കാണ്. ബൂട്ട് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാമ്പ് വളരെ യൂണീക്കാണ്. എഗൈൻ ഓഷ്യൻ ഡിസൈൻ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്, കണ്ടില്ലേ, വാട്ടർ ഡ്രോപ്സ് പോലെയാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ്സ് മൊത്തം അറേഞ്ച് ചെയ്തേക്കണേ, കംപ്ലീറ്റ് ഈ വെള്ളത്തുള്ളികൾ പോലെയാണ്. അപ്പോൾ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ് അത്. അപ്പോൾ ആ ടെയിൽ ലാമ്പ്സ് രസമുണ്ട്. എഗൈൻ ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോണിക് ബൂട്ടാണ്, കീ കൊണ്ട് ഓപ്പൺ ചെയ്യാം, ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ്സ് ഫോൾഡ് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. സോ പ്രാക്ടിക്കലി എന്തെങ്കിലും നീളമുള്ള സാധനം വെക്കണമെങ്കിൽ ലോഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇങ്ങനൊരു സ്റ്റോറേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേ ബി ചാർജറും കാര്യങ്ങളും വെക്കാനായിരിക്കും, പക്ഷേ ഇതൊരു നല്ല ഫീച്ചർ, ഒരു എക്സ്ട്രാ സ്പേസ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലി ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളിപ്പോൾ തെന്മല ഡാം കഴിഞ്ഞു, ഒരു എക്കോ റിസർവ് ഏരിയയാണ്. നമ്മുടെ കറണ്ട് ബാറ്ററി സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ 60% ആണ്. നമ്മൾ ഇതുവരെ 201 കിലോമീറ്റർ കവർ ചെയ്തു. അത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആണ് കൂടുതലും പോയത്. പിന്നെ തെന്മല ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു മൗണ്ടൻ ക്ലൈമ്പും നമ്മൾ ചെയ്തു, ചെറുതായിട്ടൊരു ഹില്ലി കാട്ട് സെക്ഷൻ എന്ന് വേണേൽ പറയാം. റേഞ്ച് ബാക്കി കാണിക്കുന്നത് 389 കിലോമീറ്ററാണ്. ഇനിയും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് 91 കിലോമീറ്റർ ബാക്കിയുണ്ട്. BYD സീലിൽ കയറുമ്പോൾ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ A പില്ലറാണ്. നമ്മുടെ എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ട് നല്ല ഷാർപ്പായി ഡിസൈൻ ചെയ്തുകൊണ്ട് അതിന് ചെറിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ഈ A പില്ലർ തലയിടിക്കും. അതിൻ്റെ ഒരു സ്പോർട്ടി ഡിസൈൻ ചെറിയ ചലഞ്ചാണത്. പക്ഷേ ഇതിൻ്റെ ക്യാബിൻ ഇസ് വെരി വെൽ ലേഡ് ഔട്ട്. കയറുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. കാരണം ആ ഒരു എല്ലാ ടച്ച് പോയിൻറ്റ്സും, ഇപ്പോൾ ഈ പാനൽ സൈഡാണെങ്കിലും നമ്മുടെ ഡോർ കാർഡ്സ് ആണെങ്കിലും ഈ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മുകളിലാണെങ്കിലും എല്ലാം ഒരു ലെതർ ഫിനിഷിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വേഡിൻ്റെ ഇൻസേർട്സ് അവർ കൊടുത്തിട്ടുണ്ട് ഈ ഡോർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു അൽക്കൻടാറ എന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടി ആയിരിക്കണം. പിന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ ഒരു സെൻറ്റർ പീസ് എന്ന് പറയുന്നത് ഈ വലിയ ഒരു 15 ഇഞ്ചാന്ന് തോന്നുന്നു, 15 ഇഞ്ച് സ്ക്രീനാണത്. അത് ഒരു പാർട്ടി ട്രിക്ക് ഉണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എന്താണ് അതിൻ്റെ എക്സാക്ട് യൂട്ടിലിറ്റീസ് എനിക്കറിയില്ല. പിന്നെ എൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇറ്റ്സ് വെരി വെൽ ഡിസൈൻഡ്. നല്ല ചങ്കി സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം ആണ്, ഹോൾഡ് ചെയ്യാനും നല്ലൊരു രസമുണ്ട്, ഗ്രിപ്പും നല്ലതാണ്. BYD ഇതിനെ വിളിക്കുന്നത് ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ എന്നാണ്. ആ സെൻട്രൽ കൺസോൾ കൺട്രോളിന് കൊള്ളാം, നല്ല പേര്. അപ്പോൾ ഇനി അതിൻ്റെ ഗിയർ ലിവറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ BMW-ൻ്റെ വോൾവോയിലേക്കുള്ള പോലെ ഒരു ക്രിസ്റ്റൽ ഫിനിഷുള്ള ഒരു ഗിയർ ലിവറാണ്.
ഇതിൽ പാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബട്ടണിൽ അവർ കൊടുത്തേക്കണേ. ഇതിൻ്റെ AC നല്ല ഫീച്ചർ എനിക്ക് ഇഷ്ടമായി. അതായത് നമുക്കിപ്പോൾ സ്വിംഗ് മോഡിൽ ഇത് ഇടാൻ പറ്റും. വീട്ടിലെ ഫാനിൻ്റെ AC പോലെ സ്വിംഗ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ AC. അപ്പോൾ ഒരു ഡയറക്ഷൻ തന്നെ ഇരിക്കണമെന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ AC ബ്ലാസ്റ്റ് കറക്റ്റ് മുഖത്തേക്ക് അടിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലൊരു ഡിഫ്യൂസ് മോഡ് ഉണ്ട്. ആ ഡിഫ്യൂസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് അടിക്കില്ല, പക്ഷേ സൈഡിൽ കൂടെ അത് AC ക്യാബിൻ കൂൾ ചെയ്യാനുള്ളൊരു ഫീച്ചർ ഇവർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഒരു സ്മാർട്ട് ഫീച്ചറാണ്. ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഈ കാറിലുണ്ട്. പിന്നെ ഇത് 2024 മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് റൂഫിന് കവറില്ല. ശരിക്കും വലിയ പെനോറമിക് ഗ്ലാസ് റൂഫാണ്. ഓപ്പണബിൾ ഗ്ലാസ് റൂഫ് അല്ല, ഫിക്സ്ഡ് ഗ്ലാസ് റൂഫാണ്. 99% UV റിജക്ഷൻ ഉണ്ടെന്നാണ് BYD ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 64% ഹീറ്റ് പ്രൊട്ടക്ഷനും ഈ ഗ്ലാസ് തരുന്നുണ്ട്. കാര്യമായിട്ട് ചൂടൊന്നും ഫീൽ ചെയ്തില്ല ഇതുവരെയായിട്ടും. ഇനി അറിയില്ല, ഒരുപാട് വെയിലുള്ളപ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ വേണ്ടി വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു കവർ ഇപ്പോൾ പുതിയ 2025 വേർഷനിൽ ഒരു റിട്രാക്റ്റബിൾ ആയിട്ടുള്ള കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ടെൻഷൻ വേണ്ട. പിന്നെ ഒരു നല്ലൊരു സ്പോർട്സ് സീറ്റിൻ്റെ ഫീലാണ് ഈ സീറ്റിനുള്ളത്. പ്രോപ്പർ ബോൾസ്റ്ററിംഗ് ഉണ്ട്. സൈഡ് സപ്പോർട്ട് നോക്കിയാലും കാണാം, ലംബർ സപ്പോർട്ടാണെങ്കിലും നല്ല ബോൾസ്റ്റേഡ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സ്പോർട്ടി ഫീൽ കിട്ടും. സീലിലുള്ള സൗണ്ട് സിസ്റ്റം ഡൈന ഓഡിയോൻ്റെയാണ്. ഞാൻ അത്ര വലിയ ഓഡിയോ ഫൈലല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ന്യൂവാൻസസ് എന്ന് പറഞ്ഞാൽ അറിയില്ല. സബ് വൂഫർ ബൂട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബേസിക്കുള്ള പാട്ട് കേൾക്കുകയാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അവരോഹണങ്ങളൊന്നും എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഓഡിയോ ഫയലിൽ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷേ കേട്ടിടത്തോളം വളരെ നല്ലൊരു സിസ്റ്റമാണിത്. നമ്മളിപ്പോൾ ആര്യങ്കാവ് എന്നൊരു സ്ഥലം ക്രോസ് ചെയ്തു. അവിടെ അത്യാവശ്യം മോശം റോഡ് ഉണ്ടായിരുന്നെങ്കിലും സർപ്രൈസിംഗ്ലി നമ്മുടെ വണ്ടിയുടെ അടിയൊന്നും തട്ടിയില്ല. സോ അതൊരു നല്ല സൈനായിട്ടൊരു കൂട്ടം. കാരണം വളരെ കുറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണല്ലോ അവിടെ BYD ഉള്ളത്. പക്ഷേ അതൊക്കെ സൂക്ഷിച്ച്, അന്നും പറഞ്ഞ് SUV ഓടിക്കുമ്പോൾ ഓടിക്കരുത്, സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് അവൻ ക്രോസ് ചെയ്തോളും. റിയർ സീറ്റിലേക്ക് കയറാൻ ഫ്രണ്ട് സീറ്റിന് അത്ര ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് കയറാൻ പറ്റും. കാരണം ഇതൊരു ലക്ഷറി കാറും കൂടിയാണ്. സോ ചിലപ്പോൾ റിയർ പാസഞ്ചേഴ്സും കൂടി ഉണ്ടാവും പ്രൈമറി യൂസേഴ്സായിട്ട്. സോ റിയർ സീറ്റ് എൻട്രി ഒരു പ്രശ്നമില്ല. പിന്നെ ഡോർസിൻ്റെയൊക്കെ സൗണ്ട് കേട്ടില്ല. നല്ല ആ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രോപ്പർ ഹഡ് സൗണ്ടാണ് കിട്ടുന്നത്. നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള കാറാണ് അത്. എന്നാൽ ആ ഒരു ഫ്ലിംസിനെസ് ഒന്നുമില്ല എവിടെയും. റിയർ സീറ്റ്സും കംഫർട്ടബിളാണ്, ആംഗിൾ കംഫർട്ടബിളാണ്. എൻ്റെ ഹൈറ്റിന് അണ്ടർ തൈ സപ്പോർട്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു 6 ഫുട്ടിൻ്റെ മുകളിലെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓവറോൾ ഒരു നോർമൽ ഇന്ത്യൻ യൂസറിന് ഇത് വളരെ കംഫർട്ടബിൾ ആയ സ്പേസ് ആണ്. ആംറെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഐസോഫിക്സ് മൗണ്ട്സും ഉണ്ട്. സോ യുവർ ബേബി ഈസ് ഓൾസോ സേഫ്. 1.5 വർഷം പഴക്കമുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് കാർ ആയിട്ടും കൂടി ഇത്രയും റഫ് യൂസ് കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയർ കോമ്പണൻസ് ഒക്കെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ഒരു വെയർ ആൻഡ് ടയറോ അല്ലെങ്കിൽ സാഗിങ്ങോ ഒന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിൽ തന്നെ ആ ഒരു പ്രീമിയംനെസ് അതുപോലെ തന്നെ ഉണ്ട്. സോ ബിൽ ക്വാളിറ്റി 10 ഔട്ട് ഓഫ് 10 ആണ് BYD കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ തെങ്കാശി എത്തി. നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പുള്ള ഒരു സ്ഥലമുണ്ട്, എന്താ റഹ്മത്ത് പൊറോട്ട സ്റ്റോൾ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ നാട്ടുകോഴി ചിക്കനും പൊറോട്ടയും ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞത്. നമുക്ക് കയറി കഴിച്ചു നോക്കാം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ റഹ്മത്ത് പൊറോട്ട സ്റ്റോൾ വാ. അങ്ങനെ നമ്മുടെ പൊറോട്ട സ്റ്റോളിൽ നിന്നുള്ള പൊറോട്ടയും നാട്ടുകോഴി ചിക്കനൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫുഡ് ബ്ലോഗർമാരുടെ പലപ്പോഴുള്ള ഹൈപ്പായിട്ട് നമുക്കിങ്ങനെ ചില അബദ്ധങ്ങൾ ഇടയ്ക്ക് പറ്റാറുണ്ട്. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫുഡ് മോശം എന്ന് പറയാൻ പറ്റൊന്നുമില്ല, ഡീസൻ്റ് ആണ്. ചൂടോടെ കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്വാദുണ്ടല്ലോ. പക്ഷേ ഈ പറയുന്ന ആ മറ്റേ എന്താ പറയുക, ആ ഒരു എന്താ ഗൺ പൗഡർ ചിക്കൻ എന്ന് പറയുന്ന അതിൻ്റെ എഫക്റ്റ് ഒന്നുമില്ല. പിന്നെ പക്ഷേ അതിൽ എഫക്റ്റുള്ള വേറെ സാധനമുണ്ട്, അവിടുത്തെ ബില്ല്. ഞങ്ങൾ 2 പേരെ കഴിച്ചത്. അതിൽ 6 പൊറോട്ട, 3 പ്ലേറ്റ് ചിക്കൻ, പിന്നെ 2 ഓംലെറ്റ്. പിന്നെ പുള്ളി നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ഒരു മാങ്ങ കഴിപ്പിച്ചു. മാങ്ങ മുറിച്ച് പ്ലേറ്റ് കൊണ്ട് വെച്ചത്. മാങ്ങ 2 നാരങ്ങ വെള്ളം. എല്ലാം കൂടെ എത്ര രൂപയെന്നറിയോ? 1130 രൂപ. അതായത് നമുക്കൊരു പ്രീമിയം ഹോട്ടലിൽ പോയി കഴിക്കുന്ന റേറ്റ് തന്നെയാവും നമ്മുടെ പൊറോട്ട സ്റ്റോളിൽ പോയി കഴിച്ചാലും. ഇപ്പോൾ ഈ ട്രിപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ സീൽ ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്ററോളം ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-800 കിലോമീറ്ററെങ്കിലും ഓടിച്ച് കാണും.
എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇ വിയേക്കാളും ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ കാറിന്റെ ഫീലാണ് സീൽ ഡ്രൈവ് കിട്ടുന്നത്. കാരണം നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഇലക്ട്രിക് കാർ ഒരു EVനെസ് എന്നൊക്കെ പറയുന്ന സാധനമല്ല, ശരിക്കും നല്ലൊരു വെൽ ബിൽഡ് ആയിട്ടുള്ള നല്ല ഹാൻഡ്ലിംഗ് ഉള്ള, ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല വെൽ വെയ്റ്റഡ് സ്റ്റിയറിംഗ് ആണ്, ഒരുപാട് ലൈറ്റ് അല്ല. ഇത് EV ആയതുകൊണ്ടുള്ള ഒരു വേറെ അഡ്വാൻറ്റേജ് എന്താ അറിയുമോ, ഇതിനൊരു നിയർ പെർഫെക്റ്റ് ആക്സിൽ ലോഡ് റേഷ്യോ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കാറിന്റെ ബാറ്ററി പാക്കാണ് ഇതിന് പ്ലാറ്റ്ഫോം മുഴുവനുള്ളത്. സോ ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി പാക്കിന്റെ വെയിറ്റ് നല്ല ഈക്വൽ ആയിട്ട് ഈ 4 വീലിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ ഒരു 50-50 ഈക്വൽ വെയിറ്റ് റേഷ്യോ തന്നെ വേണമെങ്കിൽ പറയാം. സോ അത് ഹാൻഡ്ലിങ്ങിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ മലയാളത്തിൽ പറയില്ല, നമ്മുടെ വണ്ടി കൈക്ക് നിൽക്കും എന്ന് പറയില്ലേ, ഒന്ന് സ്പിരിറ്റഡ് ആയിട്ട് ഓടിച്ചാലും വണ്ടി കയ്യിൽ നിന്ന് പോകില്ല. നമ്മളിപ്പോൾ തെങ്കാശി തിരുനെൽവേലി ഹൈവേയിലാണ്. ഏതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഇനി ഹാർഡ്ലി 22 മിനിറ്റേ ഉള്ളൂ. നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്ന സാധനത്തെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ഒരു ധാരണയായി കാണും. അറിയാത്തവർക്കായിട്ട് പറയാം, നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് തിരുനെൽവേലി ഹൽവയാണ്. നമ്മുടെ പഴയ സാമീല പാട്ടില്ലേ, തിരുനെൽവേലി ഹൽവാട, ആ സെയിം തിരുനെൽവേലി ഹൽവ. സോ ഇത് ഇവിടുത്തെ വലിയൊരു ഡെലിക്കസിയാണ്. അപ്പോൾ ഇനി അടുത്തൊരു 20 മിനിറ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. അത് 5 മണിയാകുമ്പോഴേ ആ ഷോപ്പ് തുറക്കുള്ളൂ വൈകിട്ട്. അതാണ് ഇരുട്ട് കട, ഇരുട്ടുമ്പോൾ തുറക്കുന്ന കട. 5 മണി തൊട്ട് രാത്രി 10 മണി വരെ ഷോപ്പുണ്ട്. സാധാരണ ഈ 5 മണിക്ക് തുറക്കുന്ന സമയത്ത് തിരക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ മണി 6:05 മിനിറ്റായി. ഇപ്പോൾ തിരക്ക് കുറഞ്ഞാണെന്ന് വിചാരിക്കണം. ഒരു 6:20 ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തും. അപ്പോൾ ഇനി ഇരുട്ട് കടയിൽ ഹൽവ കഴിക്കാം. പത്ത് 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താണ് നമ്മൾ തിരുനെൽവേലി ഹൽവ കഴിക്കാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്, അമ്പലത്തിൻ്റെ തിരക്കാണ്. ഈ കടയുടെ മുമ്പിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോലീസുകാർക്കൊക്കെ കാർ കണ്ടപ്പോൾ തന്നെ നല്ല കൗതുകമായിരുന്നു. ഒരു സ്പേസ് ഷിപ്പ് വന്ന് ഇറങ്ങിയ ലുക്കിലാണ് അവർ കാറിനെ നോക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്കാണെങ്കിലും ഭയങ്കര കൗതുകമുണ്ട് ഈ സീല് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റും ഒന്ന് എവിടെയെങ്കിലും പാർക്കിംഗ് സ്പേസ് നോക്കി ഒന്ന് പ്രദക്ഷിണം വെച്ച് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൽവ കഴിക്കാം. ഈ തിരുനെൽവേലി ഹൽവയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് തിരുനെൽവേലി ഹൽവ ഒരു തമിഴ് ഡിഷല്ല, മറിച്ച് ഒരു രാജസ്ഥാനി ഡിഷാണ്. പണ്ട് 120 കൊല്ലം മുമ്പ് ഒരു രാജസ്ഥാനി ഫാമിലി ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു, ഏത് തിരുനെൽവേലിയിൽ. അവരുടെ രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ആ രാജസ്ഥാനി ഹൽവ തിരുനെൽവേലിയിലെ നാട്ടുകാർക്ക് വളരെയധികം ഇഷ്ടമായി. അങ്ങനെയാണ് ഈ ഹൽവ തിരുനെൽവേലി ഹൽവ എന്ന പേരിൽ പ്രശസ്തമായത്. അതായത് തിരുനെൽവേലി അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു സ്റ്റോളായിട്ടാണ് ഇവർ തുടങ്ങിയത്. ഇപ്പോഴും അവർ ആ ചെറിയ സ്റ്റോളിൽ നിന്ന് തന്നെയാണ് ഈ സെയിൽസ് മുഴുവൻ ചെയ്യുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും ആ ക്യൂ ഒക്കെ നിന്ന് ഉടനെ കഴിക്കാനായിട്ട് ഒരു ഇലയിൽ ഒരു ചെറിയ പീസ് തരുകയും ചെയ്തു. അപ്പോൾ ഇരുട്ടുകട ഹലുവ മേടിച്ചു, അടിപൊളി, സന്തോഷമായി. വിശദമായിട്ട് പോകുമ്പോൾ പറയാം. നമുക്ക് തിരിച്ചു പോകണം. സമയം രാത്രി 7:40. നമുക്കിനി എറണാകുളത്തേക്ക് 258 കിലോമീറ്റർ പോകണം. നമ്മുടെ വണ്ടിയുടെ റേഞ്ച് എത്രയാണെന്നറിയോ? 263. ടാറ്റ പഞ്ചിന്റെ മെമ്മറി വന്നു. അപ്പോൾ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് പോണത്. 258 കിലോമീറ്റർ പോകണം. 263 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ടു MT. നമുക്ക് നോക്കാം. എന്തായാലും ഗൂഗിൾ പറയണത് രാത്രി 1:52 അവിടെ എത്തുള്ളൂ എന്നാ. അത് ഡിന്നർ കൂട്ടിയിട്ടില്ല. ഇനി ചാർജിങ് വേണ്ടി വന്നാൽ അതിന് സമയം കൂടെ ഫാക്ടർ ചെയ്യണം. അപ്പോൾ എന്തായാലും 2 മണിയാവും എന്നുള്ള കാര്യം ഉറപ്പായി. നമുക്ക് പോവാം എന്തായാലും. വാ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്തിന് ഇത്രയും ദൂരം അലുവ കഴിക്കാൻ വേണ്ടിയാണ് വന്നതെന്നുള്ളൊരു സ്വാഭാവികമായ സംശയം ഉണ്ടാവുമല്ലോ. ഈ അലുവയേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നൊരു വാല്യൂ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ആസ് വി ഗ്രോ ഓൾഡർ നമ്മൾ പല പല ചെറിയ കാര്യങ്ങൾക്ക്
കൂടുതൽ വാല്യൂ കൊടുത്തു തുടങ്ങും. പറഞ്ഞ പോലെ മെറ്റീരിയൽ പൊസിഷൻസിനേക്കാളൊക്കെ നമ്മൾ എന്താ പറയുക, ലൈഫിൽ നല്ല നല്ല ഓർമ്മകൾക്ക് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കും. അതിൻ്റെ ഭാഗമാണ് ഈ ഒരു ജേണി കൂടി. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എവിടെയോ ആണ്, തിരുനെൽവേലി തെങ്കാശി റോട്ടിൽ ഏതോ ഗ്രാമത്തിനകത്ത്. ഈ ഒരു 2 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഹൈവേ കയറുന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി 200 കിലോമീറ്റർ താഴത്തേക്ക് എത്തി. നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് 31% ആണ്. ഇനി കാണിക്കുന്ന റേഞ്ച് 199 കിലോമീറ്റർ ആണ്. നമുക്കിനി പോകാനുള്ള ദൂരം 217 കിലോമീറ്റർ ആണ്. നമ്മുടെ ETA കുറച്ചും കൂടെ മുന്നോട്ട് പോയി 2.25 വീടെത്തുമ്പോൾ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, വിൽ കീപ് മൂവിങ്. പക്ഷേ ഈ സ്ട്രെസ് ഒന്നുമില്ല കേട്ടോ. BYD ആയതുകൊണ്ട് ആ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്തായാലും പുള്ളി തരുന്ന എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞ റേഞ്ച് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം ലാസ്റ്റ് മിനിറ്റ് എങ്ങാനും കുറച്ച് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ കൊച്ചിക്ക് അടുത്തെത്തി കാണും. അതിൽ ആ ടെൻഷനൊന്നുമില്ല. പിന്നെ ആകെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രി ഈ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് കയറി പോണത്. അവിടെ എങ്ങാനും വല്ല ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് മാത്രം അറിയില്ല. കാരണം ഈ ചെങ്കോട്ട കഴിഞ്ഞ് നമ്മുടെ തെന്മല ഏരിയയിൽ എക്കോ റിസർവും കൂടിയാണല്ലോ. അപ്പോൾ അവിടെ ആ വഴി ഞാൻ അടുത്തൊന്നും പോയിട്ടില്ല, അപ്പോൾ എനിക്ക് അറിയില്ല. ബട്ട് ലെറ്റ്സ് സീ, നമുക്ക് എന്തായാലും പോയി നോക്കാം. സമയം ഇപ്പോൾ രാത്രി 12:30. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയാണ്. ഈ പത്തനംതിട്ട എത്തിയപ്പോഴത്തേക്കും നമ്മുടെ SOC ഏകദേശം 10% ആയി. അപ്പോൾ കാറ് തന്നെ പറഞ്ഞു ചാർജ് ചെയ്യാൻ സമയമായി എന്നുള്ളത്. അപ്പോൾ കാണിച്ച റേഞ്ച് 64 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അതായത് നമ്മുടെ 640യുടെ 10% 64 കിലോമീറ്റേഴ്സ്. ഈ ട്രിപ്പിൽ നമുക്ക് കിട്ടിയ റിയൽ വേൾഡ് റേഞ്ച് 515 കിലോമീറ്റേഴ്സ് ആണ്. അതായത് 640 ആണ് ക്ലെയിം റേഞ്ച്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഡ്രൈവും നമ്മൾ ആലോചിക്കണം. നമ്മൾ സിറ്റി കൂടെ ഓടിച്ചു, ഹൈവേ കയറി, തെന്മല ചെങ്കോട്ട റേഞ്ചിലുള്ള നമ്മുടെ ആ ഒരു എലിവേറ്റഡ് റോട്ടിൽ കയറി, കുറച്ച് ഹൈ റേഞ്ച് പോലെ കയറി, കയറ്റ വർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ റോഡ് കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് കുറേ മോശം റോട്ടിൽ കൂടെ പതുക്കെ പോകേണ്ടിയും വന്നു. അങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ 515 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ല റേഞ്ചാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ ചാർജ് ചെയ്യണം. ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി 24% ആയി. അതിപ്പോൾ 25 വാട്ടിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓ പോട്ടെ, അവൻ്റെ അസുഖം മാറി. ഞാൻ പറഞ്ഞു വന്നത് സമാധാനം. 12:45 ഈ പോണത്. എന്തു പറയാനാ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ, ചെയ്യട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 12:45 സൗണ്ടൊക്കെ ആയിട്ട് എൻ്റെ ഉറക്കവും പോയി. നമുക്കൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൺക്ലൂഷൻ നാളെ രാവിലെ ഫ്രഷായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാം. എന്താണ് BYD സീലിൻ്റെ ആക്ച്വൽ ഡ്രൈവിംഗ് ഇംപ്രഷനും എൻ്റെ വേർഡിക്റ്റ് എന്താണെന്നുള്ളത് നാളെ കാലത്ത് ഫ്രഷായിട്ട് പറയാം. സീ യു ടുമോറോ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി എത്തിയപ്പോൾ ഒരു 3:30 മണിയായി. പക്ഷേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. രാവിലെയാണ് നമ്മൾ കൺക്ലൂഷൻ പറഞ്ഞത്. റിയൽ വേൾഡ് റേഞ്ച് ആദ്യം പറയാം. BYD പറയുന്ന BYD സീലിൻ്റെ റേഞ്ച് 650 കിലോമീറ്റേഴ്സ് ആണ്. റിയലിസ്റ്റിക്കലി നിങ്ങൾ ഈ കാർ നോർമൽ കണ്ടീഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 560 to 580 കിലോമീറ്റേഴ്സ് എന്തായാലും കിട്ടും, ഒരു സംശയം വേണ്ട. നമുക്ക് ഈ ട്രിപ്പിൽ, അതായത് സ്റ്റേറ്റ് ഹൈവേ, ആ തെന്മല സൈഡിലുള്ള മോശം റോഡ്, നാഷണൽ ഹൈവേയിലെ പെർഫോമൻസ് മോഡിലുള്ള സ്പിരിറ്റഡ് ഡ്രൈവിംഗ്, തിരിച്ചു വരുമ്പോഴുള്ള ഡ്രൈവിംഗ്, എല്ലാം കൂടെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് കിട്ടിയ റേഞ്ച് 520 കിലോമീറ്റേഴ്സ് ആണ്, വിച്ച് ഇസ് വെരി ഹെൽത്തി. കാരണം BYD ബാറ്ററിയിൽ നിന്ന്, ബ്ലേഡ് ബാറ്ററിയിൽ നിന്ന് എനിക്ക് ആ പറഞ്ഞ ക്ലെയിം റേഞ്ചിൽ നിന്ന് അടുത്തെന്തായാലും കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും എക്സ്ട്രിമിറ്റി കൂടെ പോയിട്ടും കുറേ നേരം ഐഡിലിംഗ് കഴിഞ്ഞിട്ടും ഈ 520 കിലോമീറ്റർ റേഞ്ച് കിട്ടിയെന്ന് പറഞ്ഞത് ജെനുവൻലി ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. ദിസ് കാർ ജെനുവൻലി ഇംപ്രസ്ഡ് മീ. ഇനി നമുക്കിതിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എലമെൻസും കൂടെ നോക്കാം. ആദ്യം ഗുഡിൽ തുടങ്ങാം. ദിസ് എ വെരി വെൽ മെയ്ഡ് കാർ, അതിലൊരു സംശയമില്ല. ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ആണെങ്കിലും, ഇപ്പോൾ ഈ ഡോറിൻ്റെ ഒരു ഓപ്പൺ ഷട്ടിൽ ആ തഡാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മനസ്സിലാവും. പിന്നെ സ്റ്റെബിലിറ്റി ആണെങ്കിൽ നമുക്കൊരു സോളിഡ്ലി ബിൽഡ് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ നമുക്കിത് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ ഓരോ കോമ്പണൻസ്, ഇപ്പോൾ ഇൻറ്റീരിയറിലെ കോമ്പണൻസ് ആണെങ്കിലും എല്ലാം നമുക്കൊരു ക്വാളിറ്റി ജെനുവൻലി ഫീൽ ചെയ്യാം. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനിയിപ്പോൾ ഒരു വളരെ ക്രൂഡായിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാഡ്ജ് മാസ്ക് ചെയ്തിട്ട് പുറത്തൊക്കെ ചെയ്യുന്ന കാര്യമാണ്. കാറിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരോട് ഏത് ബ്രാൻഡാണെന്ന് ചോദിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള കാറുകൾ, ഇപ്പോൾ BYD സീലിനൊക്കെ അത് കണ്ടിട്ടുണ്ട്, ബെൻസും BMW ആയിട്ടൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഒരു പോസിറ്റീവ് ഫ്രെയിമിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഇത് കണ്ട ബെൻസിൻ്റെ ഡിസൈൻ എന്നല്ല. പക്ഷേ ആ പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യാം. അത് ഡ്രൈവ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ കാറിനകത്തിരിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെങ്കിലും, അത് അതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവാണ്. സെക്കൻഡ് തിങ് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഒരു തരത്തിലെ ലാഗോ അങ്ങനെ ഒന്നുമില്ല. ഇനി സ്പോർട്ട് മൂഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലൈങ്.
ഭയങ്കര നല്ല പെർഫോമൻസ് ആണ്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അഗൈൻ ഒരു 10-320 Nm ടോർക്ക് ഉള്ളതുകൊണ്ട് ആ ടോർക്കിൻ്റെ ആ റഷവും ശരിക്കും കിട്ടുകയും ചെയ്യും. ഇതിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് സ്പോർട്ട് മോഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നോർമൽ മോഡ് തന്നെ ഈ പറഞ്ഞ ഒരു ഡബിൾ കാർ ഓവർടേക്കിംഗ് അല്ലെങ്കിൽ ട്രിപ്പിൾ കാർ ഓവർടേക്കിംഗ് ഒക്കെ നമുക്ക് കംഫർട്ടബിളി ചെയ്യാൻ പറ്റും, ഒരു ടെൻഷൻ ഇല്ലാതെ. പിന്നെ ഡ്രൈവിംഗ് പൊസിഷനാണെങ്കിലും ഒരു പ്രോപ്പർ സ്പോർട്സ് കാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്പോർട്സ് സെഡാൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു എന്തൂസിയാസ്റ്റ് നിലയ്ക്ക് നമുക്ക് വളരെയധികം എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സോ അതും ഒരു എന്നെ സംബന്ധിച്ചിട്ട് എന്തൂസിയാസ്റ്റിന് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ഇനി ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റാണ്. ഈ ട്രിപ്പിൽ നമുക്ക് ആകപ്പാടെ ചിലവായത്, അതായത് ഇവിടെ തിരുനെൽവേലി വരെ പോയി തിരിച്ചു വരാൻ ചിലവായത് നമ്മുടെ പത്തനംതിട്ടയിൽ കൊടുത്ത 220 രൂപയാണ് ബാറ്ററി ചാർജിങ്ങിന്. കാരണം ഇവിടുത്തെ ഹോം ചാർജിങ്ങിന് നമ്മൾ മറ്റേ സോളാർ വെച്ച് റീചാർജ് ചെയ്തു, അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഇനി അതിനെയും കൂടെ ഫാക്ടറി ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 82 kW ഇൻറ്റു 3.26 വെച്ചാൽ ഒരു 260 രൂപ പിടിച്ചു. എന്നാലും ഒരു 520 രൂപയ്ക്കകത്ത് നമ്മുടെ ടോട്ടൽ റണ്ണിങ് കോസ്റ്റ് നിന്നു. അതായത് ലെസ് ദെൻ 1 rupee per kilometer റണ്ണിങ് കോസ്റ്റ് വന്നിട്ടുള്ളൂ. ഇതിന് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ വാല്യൂ വരുന്നത് ഒരു പ്രീമിയം കാറിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴാണ്. ഒരു പ്രീമിയം കാറാണ്, ഒരു പ്രീമിയം കാറ് ഒരു ലെസ് ദാൻ ₹1 per kilometer ഡ്രൈവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ബെനിഫിഷ്യലായ കാര്യമാണല്ലോ. ഇനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. പ്രൈസിങ് ഓൾമോസ്റ്റ് 48 lakhs ആ റേഞ്ചിൽ വരും. അത് നമുക്ക് തോന്നാം അപ്പോൾ 48 lakhs ശരിയാണ്, ഒരു പ്രീമിയം പ്രൈസിങ് തന്നെയാണ്, നമ്മളെ മിക്ക ആൾക്കാർക്ക് അഫോർഡബിൾ അല്ല. പക്ഷേ ഇത് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ജർമ്മൻ കാർസായിട്ടാണ്. അതായത് നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ സൈസും ഇതിൻ്റെ ഒരു കാറ്റഗറിയും വെച്ച് BMW 3 Series ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 48 lakhs നമുക്ക് 3 Series കിട്ടില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. 3 Series കിട്ടില്ല, നമുക്ക് 218 ഗ്രാൻഡ് കൂപ്പേ മാത്രമേ കിട്ടുള്ളൂ. അത് ഇതിനേക്കാളും താഴത്തെ കാറ്റഗറിയാണ്. അതിൻ്റെ ഒരു രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ BMW താത്തി പറയുകയല്ല, 218 ഗ്രാൻഡ് കൂപ്പയ്ക്ക് 3 cylinder എഞ്ചിനാണ് ഉള്ളത്. അത് 150 bhp 250 Nm ടോർക്കും കണ്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 306 bhp 320 Nm ടോർക്കും, സെയിം പ്രൈസ്, ഡബിൾ ദ പവർ. അതാണ് ഈ ഇലക്ട്രിക്കിൻ്റെ ബ്യൂട്ടി. സോ ഗുഡ് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്, അടുത്തൊരു 10 വർഷത്തേക്ക് നിങ്ങൾ ഒരു കാറാണ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഒരൊറ്റ സെഡാൻ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജെനുവിൻലി ഈ BYD സീൽ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഈ പ്രൈസ് പോയിന്റ് നിങ്ങൾ കാർ നോക്കുകയാണെങ്കിൽ. കാരണം BYD ഇതിൻ്റെ ബാറ്ററിക്ക് പറയുന്ന ലൈഫ് 5 lakhs to 10 lakhs കിലോമീറ്റേഴ്സാണ്. സോ ഒരു വർഷം നിങ്ങൾ 50,000 കിലോമീറ്റർ ഓടിയാലും 10 വർഷം കൊണ്ട് 5 ലക്ഷം കിലോമീറ്റർ ഓടുള്ളൂ. ആ 10 വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ബാറ്ററി ഇൻടാക്റ്റ് ആയിരിക്കും. അത് BYDയുടെ ഒരു ഗ്യാരണ്ടിയാണ്. സോ ഇത് ഒരു വൺ കാർ ടു ഡു ഇറ്റ് ഓൾ ആണ്. പെർഫോമൻസ് ഉണ്ട്, കംഫർട്ടബിൾ ആണ്, ഈ പറഞ്ഞ ലക്ഷൂറിയസ് ആണ്, എന്നാൽ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ കാർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു കാറാണ് BYD സീൽ. ഇത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു, യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഇനി ബാഡിലേക്ക് വരാം. ആദ്യത്തെ ആ എർഗണോമിക് ആയിട്ടുള്ള ചെറിയ പ്രശ്നമായിരുന്നു. അതായത് നമുക്ക് ഇൻഗ്രസ് എഗ്രസ് കയറുമ്പോൾ ആ തലയിടിച്ച ഒരു പ്രശ്നം ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗമാണത്. അപ്പോൾ അത് സൂക്ഷിച്ച് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒന്ന് യൂസ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എല്ലാവരെയും കോമൺ ആയിട്ടുള്ള ഡൗട്ടായിരിക്കും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. കാരണം ഇത്രയും ലോസ്ലം ആയിട്ടുള്ള കാറാണ്, അടി ഇടിക്കില്ലേ എന്നുള്ളത്. പ്രത്യേകിച്ച് ബാറ്ററി പാക്ക് താഴ്ത്തായിരിക്കുന്നത്, നമ്മുടെ റോഡിൽ അടി ഇടിക്കുമോ. ഇതിൽ രസമുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ 600 കിലോമീറ്ററുകൾ പോയില്ലേ, അതിൽ പല മോശം സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയും വണ്ടി അടി ഇടിച്ചില്ല. വെയിറ്റ് ഫോർ ഇറ്റ്, അവിടെ അടി ഇടിച്ചില്ല. സൂക്ഷിച്ച് ഇറക്കിയപ്പോഴത്തേക്ക് അടി ഇടിക്കാണ്ട് വണ്ടി ക്ലിയർ ചെയ്ത് പോകുന്നു. എൻ്റെ വീടിൻ്റെ അങ്ങോട്ടുള്ള മെട്രോൻ്റെ അവിടെ നിന്നുള്ള കട്ടിങ്ങുള്ളൊരു ഒരു ചെറിയൊരു ഇതുണ്ട്, എന്താ പറയുക, ആ മെട്രോ വാക്ക് വേയുടെ സൈഡിലൊരു ഇതുണ്ടല്ലോ, അവിടെ പോയിട്ട് സാധനത്തിന് അടി ഇടിച്ചു. അതാണ് ഇതിൻ്റെ ഒരു വലിയ ഐറണി എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഇത്തിരി വളരെയധികം ഒരു പൊക്കി കെട്ടിയേക്കുന്ന ഒരു സെക്ഷനാണ്, ഒരു സ്ലാബാണ്. അവിടെ അടി ഇടിച്ചു. പക്ഷേ ഈ 600 കിലോമീറ്റർ ഹൈവേ പോയിട്ട് ഈ റോട്ടിൽ കൂടെ പോയിട്ടൊന്നും അടി ഇടിച്ചില്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പാരഡോക്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ചെറിയൊരു ബാഡ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ADASൻ്റെ ഇൻ്റർവെൻഷനാണ്. അതിപ്പോൾ ഇതിന് മാത്രമല്ല, ADASലുള്ള ഏത് വണ്ടിക്ക് ഈ പ്രശ്നമുണ്ട്. നമ്മുടെ ഓട്ടോ സാറന്മാർ ആരെങ്കിലും വട്ടം ചാടി കഴിഞ്ഞാൽ വണ്ടി നിന്ന നിപ്പിലവിടെ ബ്രേക്ക് ചെയ്യുന്നത് ഹാർഡ് ബ്രേക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശരിക്കും യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഞെട്ടിപ്പോവും. അപ്പോൾ ADASനെ ഡിസേബിൾ ചെയ്തിടാൻ പറ്റും, പക്ഷേ എന്നാലും ആ പറഞ്ഞ ആ സഡൻ ഇൻ്റർവെൻഷൻ ഒന്നും യൂസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ സ്പോർട്ട് മോഡിൽ ഓടിച്ചപ്പോൾ എനിക്ക് നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്കുകളിൽ ആ ഇൻ്റർലോക്ക് റോഡ് ഉണ്ടല്ലോ, അതിൽ പോകുമ്പോൾ വീൽ സ്പിൻ ചെയ്യാനായിട്ട് തോന്നി. കാരണം അത് ഗ്രിപ്പ് കിട്ടാത്ത പോലെ. അതിനിപ്പോൾ ടയർ തീരാറായതിൻ്റെ ആണോ എന്നറിയില്ല, ഒരു പക്ഷേ അതായിരിക്കാം ഗ്രിപ്പ് കിട്ടാത്തത്. സോ 1-2 പ്രാവശ്യം ഇൻ്റർലോക്ക് കയറിയപ്പോൾ, നോർമൽ റോഡ് ആ പ്രശ്നമല്ല, സ്പോർട്ട് മോഡിൽ ഇൻ്റർലോക്ക് കയറിയപ്പോഴത്തേക്കും വീലൊന്ന് ലോക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടി. അപ്പോൾ അത് മൾട്ടിപ്പിൾ റീസൺസ് ആയിരിക്കാം. മേ ബി അതിന് ഈ കാറിന് ഇതിൻ്റെ ഒരു ടയർ തീരാവുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. സോ ഇതായിരുന്നു ബാഡ് എന്ന് പറയാനായിട്ടുള്ളത്. കാര്യമായിട്ട് ബാഡൊന്നുമില്ല, കാരണം ദിസ് കാർ ഇസ് ജെനുവൻലി ഇംപ്രസീവ്. അത് ഞാൻ ഒരു റിവ്യൂ ആയിട്ട് തന്നെ പറയാണ്. ഒരു ബയറിൻ്റെ ആംഗിൾ നോക്കുമ്പോഴും ഇത് ജെനുവൻലി ഇംപ്രസീവ് ആയിട്ടുള്ള കാർ തന്നെയാണ്. ഇനി അഗ്ലിയിലേക്ക് വരാം. ഒരു 3 മാസം മുമ്പ് വരെ ആയിരുന്നെങ്കിൽ അഗ്ലി എന്ന് പറയാനായിട്ട് ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നു, ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ നയതന്ത്ര ബന്ധം. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും വിചാരിച്ചോ ഈ ബന്ധം ഇങ്ങനെ മാറുന്നുള്ളത്? ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഫ്രണ്ട്സ് അല്ലേ? നമ്മുടെ മൈ ഡിയർ ഫ്രണ്ടിനെ കൊണ്ട് ഇങ്ങനെ ഉപകാരമുണ്ടെന്ന് ആരെയും വിചാരിച്ചോ? ഇങ്ങനെ വേണം ഫ്രണ്ട്സ് ആയാൽ.
ബദ്ധശത്രുക്കളെ വരെ കൂട്ടുകാരായി കളയും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട് ട്രംപ്. അപ്പോൾ അഗ്ലിയിൽ പറയാനായിട്ട് ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഹോപ്പ് അത് അങ്ങനെ തന്നെ തുടരുന്നുള്ളത്. പിന്നെ BYDയുടെ കാര്യത്തിൽ ഈ ഇത്രയും വർഷത്തെ അല്ലെങ്കിൽ ഈ 30 വർഷം കൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ EV ആയതിന് അതിൻ്റേതായ ഒരു കോസ്റ്റും കൂടിയുണ്ട്. അതായത് ഈ ചൈനീസ് ഗവൺമെൻറ് സബ്സിഡിയും അതുപോലെ തന്നെ ജനറസ് ആയിട്ടുള്ള സപ്പോർട്ടും കൊണ്ടാണ് BYD ഇത്രയും വളർന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ BYD കാര്യമായ ഡെറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ BYDയുടെ പോലെ തന്നെ മറ്റുള്ള ചൈനീസ് EV മാനുഫാക്ചറേഴ്സും ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തു. എല്ലാവർക്കും ഓവർ പ്രൊഡക്ഷൻ്റെ പ്രോബ്ലം ഉണ്ട്. ചൈനീസ് മാർക്കറ്റിൽ ഇപ്പോൾ ഓവർ സപ്ലൈ ഉണ്ട്. അപ്പം അങ്ങനെ ചൈനീസ് മാർക്കറ്റിലൊരു EV ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് കുറേ EV ബ്രാൻഡ്സ് താഴെ പോവും. ഓൺലി ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള EV ബ്രാൻഡ്സേ സർവൈവ് ചെയ്യുള്ളൂ. പക്ഷേ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് BYD എന്തായാലും സർവൈവ് ചെയ്യും. കാരണം BYD ഈസ് ടു ബിഗ് ടു ഫെയിൽ. അത്രയും വലിയൊരു കമ്പനിയായി കഴിഞ്ഞു BYD. അപ്പോൾ എന്തായാലും മറ്റാര് താഴെ പോയാലും BYD അവിടെ തന്നെ ഉണ്ടാവും. BYD എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറ്റ് മോഡൽസും കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. കാരണം ഈ പറഞ്ഞ യാങ് വാങ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെൻസെ ആണെങ്കിലും ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റ് ഉണ്ടാവും. ഇന്ത്യൻസ് നമ്മുടെ ഇന്ത്യൻ ബയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാല്യൂ കണ്ടാൽ നമ്മളതിനെ എന്തായാലും പ്രോത്സാഹിപ്പിക്കും. അതിൽ ഒരു സംശയം വേണ്ട. വാല്യൂ ഫോർ മണി കാറുകൾ നമുക്ക് ദൂരെ തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ കാറുകളെല്ലാം വാല്യൂ ഫോർ മണി തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഒരു 1 crore കാറ്റഗറി കിട്ടുന്ന കാറിൻ്റെ പ്രൈസാണ് നിങ്ങൾ ഹാഫ് പ്രൈസിനോട് വിൽക്കണേ. സോ അത് കമൻറ്റബിളായ ഒരു കാര്യം തന്നെയാണ്. അതും ഇമ്പോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊന്ന് ആലോചിക്കണം. സോ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ചെയ്ത ഈ ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്നു. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയ രീതി തന്നെയാണ് ഞാൻ ഇതിനെ റിവ്യൂ ചെയ്തേക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്നതാണ്. കാരണം ഐ എം ജെനുവിൻലി ഇംപ്രസ്ഡ്. ആൻഡ് ഒരു 10-26 കൊല്ലത്തെ ഒരു വലിയൊരു സ്വപ്നം നടന്നു. ആ സ്വീറ്റ് കഴിക്കാൻ പറ്റി. അതിന് ഭയങ്കര അന്ന് കഴിച്ച ആ സ്വാദിനേക്കാളും അതിനേക്കാളും ഒരുപടി മുകളിലായിരുന്നു എനിക്ക് കിട്ടിയ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഹിറ്റ് സബ്സ്ക്രൈബ്. പ്ലീസ് ഡു ദാറ്റ്. ആൻഡ് നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ഡ്രൈവ് സേഫ്.